ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലെ ആ കണക്കിന്റെ പൊല്ലാപ്പ് കൂടി കണ്ടത്. അതിന് പിന്നാലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തേക്ക് വരികയാണ്. ദേവസ്വം ബോർഡ്, സർക്കാർ സ്ത്രീകൾക്ക് അവിടെ പ്രവേശം സാധ്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതകളുണ്ടോ? വീണ്ടും വിശ്വാസികൾക്ക് രംഗത്തിറങ്ങേണ്ടി വരും എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അയ്യപ്പ ശാപം കിട്ടിയ ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ആണ് പിണറായി സർക്കാരിന് വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്കും തിരിച്ചടികളിലേക്കും സർക്കാരിന്റെ പാർട്ടിക്ക് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. CPMന്റെ നിലപാട് എന്താണെന്ന് അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ കേസ് തുടങ്ങുന്ന സമയത്ത് 2006, 2007 തന്നെ സുധാകരന്റെ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി അഫിഡാവിറ്റ് കൊടുത്തതാണ് അന്ന് ദേവസ്വം ബോർഡ്. ആ നിലപാട് തന്നെയാണ് 2016 ശേഷമുള്ള പിണറായി ഗവൺമെന്റും തുടർന്നു വന്നത്. അത് അവർ കോടതിയിൽ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിലപാട് തന്നെയാണോ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഇനിയും വ്യക്തമാകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഇത് കോടതിയിൽ ഇലക്ഷന് മുമ്പായിട്ട് വരുമോ, അത് കോടതിയിൽ സർക്കാരിന് അഫിഡാവിറ്റ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയേക്കാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമായിട്ട് വരും. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ CPMന് അതിന് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. ആചാരത്തിനൊപ്പമാണോ ശബരിമല സ്ത്രീ പ്രവേശനമായ വിഷയത്തിൽ CPM ആരുടെ കൂടെയാണെന്നുള്ള ചോദ്യത്തിന് CPMന് ഉത്തരം നൽകേണ്ട ഒരു സന്ദർഭം ഈ തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സംഘമായാലും ശബരിമല കൊള്ളയായാലും അതിനെ തുടർന്ന് വരുന്ന ഈ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പ്രവേശനവും CPMന് ഒരു കീറാമുട്ടിയായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.